അതുകൊണ്ട് ഞാൻ പറയുന്നു ഡോപ്പമിൻ ഡീറ്റോക്സ് നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഹൗ ടു എസ്കേപ്പ് ഫ്രം ലേസിനെസ് എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ 19ാമത്തെ വീഡിയോ ആണിത്. ഇതിന്റെ വീഡിയോയിൽ നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറയുന്ന പ്രോബ്ലത്തെ അഡ്രസ് ചെയ്തായിരുന്നു. ഇതിന്റെ സൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചാൽ അതാണ് ഡോപ്പമിൻ ഡീറ്റോക്സ്. നമ്മുടെ ബോഡി ഹെൽത്തി ആക്കാൻ വേണ്ടി നമ്മൾ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. നോമ്പ്, വ്രതം, വാട്ടർ ഫാസ്റ്റിംഗ് എന്നെല്ലാം പറയുന്നത് നമ്മുടെ ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ ക്രേവിങ്സ് എല്ലാം നമ്മൾ മാറ്റി നിർത്തും. ജങ്ക് ഫുഡ്സ് ഒന്നും നമ്മൾ കഴിക്കാറില്ല ആ ടൈമിൽ. ഡോപ്പമിൻ ഡീറ്റോക്സും ഈ സെയിം പ്രൊസീജിയർ ആണ്, പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് അതുപോലത്തെ ഇമോഷൻസ് എല്ലാം ന്യൂറോ കെമിക്കൽസ് കാരണമാണ് ഉണ്ടാകുന്നത്. അതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ന്യൂറോ കെമിക്കലാണ് ഡോപ്പമിൻ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോപ്പമിൻ അവിടെ പ്രൊഡക്ഷൻ കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആയാൽ നമ്മൾ അതിന് അഡിക്റ്റ് ആയി മാറും. ഡിജിറ്റൽ അഡിക്ഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്, ആൽക്കഹോളിക്, നാർക്കോട്ടിക്, പോൺ അഡിക്ഷൻ എല്ലാത്തിലും ഡോപ്പമിൻ ആണ് സെക്രേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഡോപ്പമിൻ ഡീറ്റോക്സ് എടുക്കുകയാണെങ്കിൽ ആ ബാഡ് ഹാബിറ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നും ഡോപ്പമിൻ ഡീറ്റോക്സ് വഴി പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്കൊരു 24 മണിക്കൂർ ചലഞ്ച് ആയിട്ട് തന്നെ ചെയ്യാം. പണ്ടൊക്കെ നമുക്ക് ബോർ അടിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നമുക്ക് ബോറടി എന്ന് പറയുന്ന ഒരു സാധനമില്ല. കാരണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. നമുക്ക് എപ്പോഴൊക്കെ ബോർ അടിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ റീൽ സ്ക്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്രത്തോളം ബോർ അടിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തി ആയിരിക്കും. നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ സെക്രീറ്റ് ആവാത്ത സമയങ്ങളിലാണ് നിങ്ങൾക്ക് ബോർ അടിക്കാറ്. അങ്ങനെ ബോർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ ചെയ്താൽ അവിടെ ഡോപ്പമിൻ സെക്രീറ്റ് ആവുകയും അവിടെ സന്തോഷം കിട്ടുകയും ചെയ്യും. അല്ലാതെ ചീപ്പായിട്ടുള്ള റീൽസ്, ഗെയിംസ്, ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ അറ്റൻഷൻ പോകുമ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് സന്തോഷം കിട്ടുക. പിന്നെ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് കൂടുതൽ നേരം ചെയ്യേണ്ടി വരും. സോ ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി ജങ്ക് ഫുഡിൽ നിന്ന് മാറി നിൽക്കുന്ന സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്. ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് നിങ്ങൾ ഒരു 24 മണിക്കൂർ മാറി നിൽക്കുക. ഇതിനെയാണ് ഡോപ്പമിൻ ഡീടോക്സ് എന്ന് പറയുന്നത്. ഇതൊരു ചലഞ്ച് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. അതായത് ഇങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് 24 മണിക്കൂർ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ ഡോപ്പമിൻ സാധാരണ ലെവലിലേക്ക് മാറുന്നു. അതിനുശേഷം നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ മാത്രം ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവുന്നു. സോ ഈ ചലഞ്ചിന് നിങ്ങൾ റെഡി ആണെങ്കിൽ 24 മണിക്കൂർ നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സിനെ മാറ്റി നിർത്തുക. ഡോപ്പമിൻ ഡീടോക്സ് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡോപ്പമിൻ ഡീടോക്സ് എന്ന് കമന്റ് ചെയ്യുക. 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം കമന്റ് ചെയ്യുക. ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആദ്യം വളരെ ഹാർഡ് ആയിട്ടുള്ള ഈ ചലഞ്ചിൽ നിങ്ങൾക്ക് പൂർണ്ണമായും അതിൽ നിന്ന് വിഡ്രോ ആവാൻ പറ്റത്തില്ല. പതിയെ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് വിഡ്രോ ആയാൽ മതിയാവും. ഈ ഡീടോക്സ് എടുത്തതിന് ശേഷം ഹാബിറ്റ് ട്രാക്കിങ്ങിലോട്ട് കടന്നാൽ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കും. സക്സസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നതാണ് എന്റെ ലക്ഷ്യം. 10K ഫോളോവേഴ്സ് ആകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിനെ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും സക്സസിന് വേണ്ടി ക്രേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചോ. സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഹാബിറ്റ് ട്രാക്കിംഗ് എന്താണെന്ന് നോക്കാം. അപ്പൊ നാളെ കാണാം.